പിന്നെ അതുപോലെ മോർന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ടി വരും. ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ സബ്ട്രാക്റ്റ് ചെയ്യേണ്ടി വരും. ലെസ് എന്ന് പറഞ്ഞാലും സബ്ട്രാക്ഷനാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. മൾട്ടിപ്ലിക്കേഷൻ നോക്കുക. ഈ മൾട്ടിപ്ലിക്കേഷനിൽ 5 into 4 ഫസ്റ്റ് അല്ലേ? 5 into 4 into 1 20. ഈ 20 എന്നുള്ളത് ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നിങ്ങൾ പഠിക്കണം, അല്ലാതെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ കഴിയില്ല. പഠിച്ച് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു ട്രിക്ക് ഉണ്ട്, അത് ചിലർക്കൊന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പോൾ കറക്റ്റ് മിസ് പറഞ്ഞുതരാം. 5 അല്ലേ? 5 ലൈനുണ്ട്. 1 2 3 4 5. ദെൻ 4 അല്ലേ? ഹൊറിസോണ്ടലി വെർട്ടിക്കൽ ലൈനാണ്. ഇതിന് വെർട്ടിക്കൽ ലൈൻ എന്ന് പറയാം, ഇത് ഹൊറിസോണ്ടൽ ലൈനാണ് കേട്ടോ. 4 ലൈൻസ്. ഇനി ക്രോസ് ഒന്നിന് മേലെ കൂടെ ഒന്ന് പോയില്ലേ, പാസ് ചെയ്തില്ലേ, ക്രോസ് ചെയ്യണില്ലേ? ഈ ക്രോസ് ചെയ്യുമ്പോൾ ഈ ജോയിൻസ് ഉണ്ടല്ലോ, ഇവിടെ വരുന്ന ജോയിൻസ്, ആ ജോയിൻസ് ആണ് നിങ്ങൾ എണ്ണേണ്ടത്. അപ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. അല്ലാതെ ഈ ഒരു ലൈൻസ് ഒന്നും എണ്ണി വെക്കരുത്. ചിലത് ഇങ്ങനെ എണ്ണും, 1 2 3 4 5 6 7 8 9 10 11 12 13. അതൊന്നും അങ്ങനെയൊന്നും എണ്ണി വെക്കരുത്. അങ്ങനെ എല്ലാ ലൈൻസും എണ്ണി വെച്ചിട്ടുണ്ടെങ്കിലും വേറെ നമ്പറായിട്ട് കിട്ടും. അപ്പോൾ ഈ ക്രോസ് ചെയ്യാം, ഒന്നുകൂടി നിങ്ങൾ ഇങ്ങനെ ഡോട്ട് ഇടുക, അല്ലെങ്കിൽ ക്രോസ് ചെയ്യുക, എന്ത് ചെയ്യാം? യു ലൈൻ എസ് യു ലൈൻ ഇതാ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഈ ഭാഗമാണ് നമ്മുടെ അതിനെ ക്രോസ് ചെയ്തില്ലെങ്കിലും ഡോട്ട് ഇട്ടില്ലെങ്കിലും വേണ്ടില്ല, ഇങ്ങനെ എങ്ങനെ കൗണ്ട് ചെയ്യാം, ഇങ്ങനെ കൗണ്ട് ചെയ്യാം. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഈ ഭാഗമാണ് പേരൻസ് ഒന്ന് കാണുകയാണ്, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണേ കറക്റ്റിന്. ഇതാ ഈ ഭാഗമാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ 20 ക്രോസ് ആയിട്ടുള്ള ആ ഒരു ഭാഗം കിട്ടില്ല, നമ്മൾ 20 ജോയിൻസ് ആയിട്ടുള്ള പാർട്ടുകൾ കിട്ടി അല്ലേ? 20 ജോയിൻസ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ആ ക്രോസ് ആയിട്ട് പോകും, അതാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് കേട്ടോ. 20 കിട്ടിയില്ല. ഈ രീതിയിൽ മൾട്ടിപ്ലിക്കേഷന് അറിയാത്തവർ വരച്ചിട്ട് ചെയ്യാം, കാണാതെ പഠിക്കണം കേട്ടോ. അല്ലാതെ ഇങ്ങനെ എപ്പോഴും ചെയ്യാൻ കഴിയില്ല, നമുക്ക് സ്പീഡ് ഉണ്ടാവില്ല. 5 into 4 20. അപ്പോൾ ഈ 20ൽ ഈ 0 ഉൾപ്പെടെ എഴുതേണ്ടത് 0. 2 എന്താ വരിക? റിമൈൻഡർ, ക്യാരി ഓവർ. ഇങ്ങനെ എഴുതാം കേട്ടോ. ഇവിടെ എഴുതാം, ഇങ്ങനെ എഴുതാൻ വേണ്ടി. ഇങ്ങനെ എഴുതാൻ അറിയാത്തവർ ഇങ്ങനെ എഴുതുന്നത്. അതെന്താണ്? ക്യാരി ഓവർ. അത് മറക്കരുത്. ക്യാരി ഓവർ മറന്നാൽ പിന്നെ നന്നായിട്ട് കിട്ടും. നെക്സ്റ്റ് 5 into 2. ഇതിനെ സർക്കിൾ ചെയ്തോ ചിലർ ഇതും കൂടി മൾട്ടിപ്ലൈ ചെയ്യും. അതല്ല, 5 into 2. 5 into 2 equal to ഈ 2 ആണ് കേട്ടോ. 5 into 2 equal to 10 ആണ്. അപ്പോൾ 10 plus 2 ഉണ്ടോ? 10 plus 2 equal to 12. 12ൻ്റെ 1 ആണോ അവിടെ എഴുതുക? 2. 1 is carry over. Carry over past another number, before number. Okay, പുറകിലുള്ള നമ്പറിന് കൊടുത്തു. നെക്സ്റ്റ് 5 into 2. ഈ 2 ആണ്. ഈ 1ലേക്ക് പോകരുത്, ചിലർ ഇങ്ങനെ ഉണ്ട് 5 into 1 എഴുതും, അപ്പോൾ തെറ്റിപ്പോകും. 5 into 2. 5 into 2 equal to 10. Then 10 plus 1. 10 plus 1 equal to 11. 5 into 2 10 ആണ്. 10 plus 1 11. ഓക്കെ, അപ്പോൾ ഇനി ചിലത് എന്ത് വിചാരിക്കുന്നു പറയാം, 11ൻ്റെ ഈ 1 എഴുതിയാൽ മതി, ഇത് ക്യാരി ഓവർ അല്ലേ, അങ്ങനെ ചോദിച്ചവരുണ്ട്. അപ്പോൾ നോക്ക്, ഇവിടെ ഒരു നമ്പർ ഉണ്ടോ? ക്യാരി ഓവർ ആഡ് ചെയ്യണമെങ്കിൽ ആ സ്റ്റെപ്പിൽ തന്നെ നമ്പർ വേണം, അതിന് മാത്രമേ ക്യാരി ഓവർ കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ ഇനി 5ൻ്റെത് കംപ്ലീറ്റ്
കംപ്ലീറ്റ് കഴിഞ്ഞില്ല അവിടെ. ഈ സ്റ്റെപ്പിൽ 5ൻ്റെ കംപ്ലീറ്റ് കഴിഞ്ഞു അല്ലേ. ഇനി 3ൻ്റെതല്ലേ തുടങ്ങാൻ പോണത്. അപ്പം നമ്മൾ 3ൻ്റെത് തുടങ്ങുമ്പോൾ 5ൻ്റെ ക്യാരി ഓവർ ഒരിക്കലും 3ക്ക് കൊടുക്കൂല, അത് കൊടുക്കാൻ പാടില്ല. ഓക്കെ, 5 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷനിൽ കംപ്ലീറ്റ് ലാസ്റ്റ് വരെ ചെയ്യണം. ക്യാരി ഓവർ ഉണ്ടെങ്കിൽ 11 എന്നുള്ളത് എന്ത് ചെയ്യുക, ഇനി നമ്പർ ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് 11 തന്നെ എഴുതാം. ഓക്കെ, അങ്ങനെ തന്നെ എഴുതാം. ഇവിടെ ഒരു നമ്പർ ഉണ്ടെങ്കിലോ നമ്മൾ ആ നമ്പറിന് കൊടുക്കും, ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്തേട്ടോ. നെക്സ്റ്റ് 3 × 4 നെക്സ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ. 3 × 4 12. ആ 12 എവിടെ എഴുതും? ഇവിടെ കംപ്ലീറ്റ് 12 എഴുതാണ് വേണ്ടത്, അല്ല 2 എഴുതാം. 2 എവിടെ എഴുതേണ്ടത്? 3 × 4. ഈ 3ൻ്റെ താഴെ ഇതിൻ്റെ ഈ നമ്പറിന് 12. 1 ക്യാരി ഓവർ ഇല്ലേ? 1 ക്യാരി ഓവർ. എന്ത് ചെയ്യും? ഇതൊക്കെ റൈസ് ചെയ്യട്ടാ. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ കൊടുക്കുക ക്യാരി ഓവർ. നെക്സ്റ്റ് നമ്പർ എന്താ? 3 × 2 ഈക്വൽ ടു എന്താ? 6. ഇനി ഈ 6നോട് ഈ 1 ആഡ് ചെയ്യണ്ടേ? 3 × 2 6നോട് 6 + 1 7. അത് ഇവിടെ എഴുതുന്നുണ്ട് ആണോ? നോ, ഇവിടെ മാത്രമേ ബാക്കോട്ട് പോകട്ടാ. 7. ഓക്കെ, 6 + 1 = 7. നെക്സ്റ്റ് 3 × 2 6, 6 + 1 7 കിട്ടിയില്ലേ. നെക്സ്റ്റ് എന്താ? 3 × 2 ഇത് 3 × 2 = 6 അല്ലേ? 6. അപ്പം ഇനി നമ്മൾ നോക്കേണ്ടത് എന്താ അറിയോ? ഇതിൻ്റെ മുകളിൽ ഏതെങ്കിലും ക്യാരി ഓവർ ഉണ്ടോ? ഇല്ലല്ലോ. 3 × 2 6, 6 + 1 7 കഴിഞ്ഞു. ഇനി 3 × 2 6 ആണ്, ക്യാരി ഓവർ ഇല്ലല്ലോ. അപ്പോൾ ആ നമ്പർ അങ്ങനെ തന്നെ ഉണ്ട്, 6. ദെൻ ആഡ് ബോത്ത് നമ്പേഴ്സ്. രണ്ട് നമ്പേഴ്സ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യാം. 0, 2 + 2 4, 7 + 1 8, 6 + 1 7. This is the final answer. Okay, write it down.